സുജേട്ടാ നമസ്കാരം. നമസ്കാരം. സുജേട്ടാ നമുക്കതിൽ ഒരു വലിയ പരാതി ഉയരുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ തിരുനാവായയിലെ കേരളത്തിലെ കുംഭമേളയെക്കുറിച്ച് ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് ആ പരാതി എന്ന് പറയുന്നത്. അത് പ്രേക്ഷകരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ എടുക്കുന്ന സ്റ്റോറികളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഇതിനു മുമ്പ് ഭജൻ ക്ലബിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ കുംഭമേളയെക്കുറിച്ച് പറഞ്ഞിരുന്നു. കുംഭമേളയെക്കുറിച്ച് പറയുന്ന ആ സ്റ്റോറിയിൽ നമ്മൾ എന്താണ് ഇതിന്റെ വലിയ സാധ്യതകൾ എന്ന് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് കുംഭമേള അവസാനിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ സ്വന്തം കുംഭമേള എന്ന് പറയുന്നത്. ചേട്ടാ, ഈ കുംഭമേള തുടങ്ങിയപ്പോൾ തന്നെ ഇതിനൊരു വർഗീയ ആംഗിൾ കൊടുക്കാനാണ് പല ആൾക്കാരും ശ്രമിച്ചത്. ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലും ഈ ഹിന്ദുവിന്റെ ഒരു എന്താ പറയാ ഒരു പഴയ ഒരു ആചാരങ്ങൾ നമ്മൾ ഇപ്പൊ ട്രോൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു വാക്കാണ് ഈ സ്വത്വബോധം എന്ന് പറയുന്നത്. ഹിന്ദുവിന്റെ സ്വത്വബോധം വീണ്ടെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ട്രോൾ ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ്. പക്ഷെ ഞാൻ ആ വാക്കിനെ, സ്വത്വബോധം എന്ന് പറഞ്ഞ വാക്കിനെ യഥാർത്ഥത്തിൽ കാണുന്നത് ഇന്നും നമ്മുടെ രാജ്യത്ത് ഇവന്മാർക്ക് ഈ ട്രോള് ചെയ്യാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ഈ ഹിന്ദു സ്വത്വബോധം ഉള്ളത് കൊണ്ടാണ്. കാരണം ആ ഹിന്ദു സ്വത്വബോധം എന്ന് നശിക്കുന്നുവോ അന്ന് ഈ ഹിന്ദു ആചാരങ്ങളെ വിമർശിക്കുന്ന എല്ലാ ആൾക്കാരും അന്നത്തോടെ കൂട്ടിക്കെട്ടുമെന്നുള്ളതാണ്. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുന്നതും നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമായി നിലനിൽക്കുന്നതും നമ്മുടെ രാജ്യത്ത് ആർക്കും എന്തും ആരെയും പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളതും നമ്മുടെ രാജ്യം ഒരു ഹിന്ദു രാജ്യമായി നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ഭൂരിപക്ഷത്തിൽ കിടക്കുന്ന ഹിന്ദുക്കൾ ഒരു ഡീപ്പ് സ്ലംബറിലേക്ക് പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ 200 വർഷം നമ്മളെ ബ്രിട്ടീഷുകാർ ഭരിച്ചു. അതിനു മുമ്പ് 1000 കൊല്ലം നമ്മുടെ മുഗളന്മാർ ഭരിച്ചു. ഇവിടെ ഡച്ചുകാർ വന്നിരുന്നു. അങ്ങനെ പല ആൾക്കാരും വന്ന് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലൂട്ട്സ് ആൻഡ് പ്ലണ്ടേഴ്സിലൂടെ നമ്മുടെ നാട് കടന്നുപോയി. അങ്ങനെ നമ്മുടെ നാട് കടന്നുപോയതിന് ശേഷം ആ ഒരു വലിയ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു വലിയൊരു ഗ്യാപ്പ്, ഒരു ഹയാറ്റസ്, ആ ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം എന്താണ് ഈ സംസ്കാരമെന്നോ ഈ സംസ്കാരത്തിന്റെ പ്രാധാന്യം എന്താണെന്നോ ഈ സംസ്കാരത്തിന്റെ ആചാരങ്ങൾ എന്താണെന്നോ മനസ്സിലാക്കാൻ ആൾക്കാർ ശ്രമിക്കാത്തതല്ല, മറിച്ച് ഇത് മനസ്സിലാക്കുന്നത് നിങ്ങളെ പിന്നോട്ടടുപ്പിക്കും എന്നുള്ളൊരു അപകർഷതാബോധം ഇവരിലേക്ക് ആരൊക്കെയോ അടിച്ചേൽപ്പിച്ചു. അതിൽ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഈ കമ്മ്യൂണിസം ഒക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം ഈ കമ്മ്യൂണിസം ഏത് രാജ്യത്ത് പോയി നുഴഞ്ഞു കയറിയാലും കമ്മ്യൂണിസം ആദ്യം ചെയ്യുന്നത് ആ രാജ്യത്തെ സാംസ്കാരികതയെ നശിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഈ ഭാരത സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്കാരികതയെ നശിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല, ഇനി ആർക്കും കഴിയുകയുമില്ല. സദ്ഗുരു അതിന് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ഒരു സാധനത്തിനെ നശിപ്പിക്കണമെങ്കിൽ അതിന്റെ ബേസ്മെന്റ് കണ്ടെത്തണം. നമ്മുടെ ഹിന്ദു അല്ലെങ്കിൽ സനാതന ധർമ്മം എന്ന് പറയുന്ന ഈ സാധനത്തിന്റെ ബേസ്മെന്റ് എവിടെയാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനൊരു ബേസ്മെന്റ്, അതായത് നിങ്ങളൊരു ഭഗവത്ഗീതയെ നശിപ്പിച്ച് കളഞ്ഞാൽ, ഭഗവത്ഗീത ലോകത്ത് നിന്ന് തുടച്ചു കളഞ്ഞാൽ ഒരു രാമായണമുണ്ട്. ഒരു രാമായണം തുടച്ചു നീക്കി കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചാണക്യസൂത്രമുണ്ട്. അത് നിങ്ങൾ തുടച്ചു നീക്കി കഴിഞ്ഞാൽ ഒരു തിരുക്കുറലുണ്ട്. അത് നിങ്ങൾ തുടച്ചു നീക്കി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ട്. ഈ കാലത്തും അത്തരത്തിലുള്ള പല ഗ്രന്ഥങ്ങളും ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത് ഒരു ചട്ടക്കൂടിനകത്തുള്ള ഒരു സാധനമല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ആർക്ക് വേണോ ഏത് രീതിയിൽ വേണോ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാം, ആചരിക്കാം. അതിലൊന്നും യാതൊരുവിധ പ്രശ്നവുമില്ല. അന്യർക്ക് അത് എന്തായിക്കൊള്ളരുത്, മോശമാകരുത് എന്നുള്ളത് മാത്രം, ദോഷം സംഭവിക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതില് KP ശശികല ടീച്ചർ പറഞ്ഞ ഒരു ഡയലോഗ് ഞാൻ ഇപ്പോൾ ഓർത്തെടുക്കുകയാണ്. അതായത്, എന്റെ ആചാരത്തിന്റെ ഭാഗമായിട്ട് ഞാൻ എന്റെ ഭക്ഷണത്തിൽ തുപ്പുകയോ ഞാൻ ആ സലൈവ എടുത്ത് എന്റെ ദേഹത്ത് തേക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് എന്നെ മാത്രം പ്രൈവറ്റ് ആയിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് വളരെ സത്യമാണ്. എന്നെ മാത്രം പ്രൈവറ്റ് ആയിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ ആരെയും കാണിക്കുന്നുമില്ല. ഞാൻ എന്റെ ആചാരപ്രകാരം എന്റെ വീട്ടിനകത്ത് സ്വസ്ഥമായിട്ട് ഒരു മുറിക്കകത്ത് ഇരുന്നുകൊണ്ട് ഞാൻ ഉപവസിക്കുകയാണ്. ഇത് ആരെ ബാധിക്കുന്നു? എന്നാൽ മറ്റുള്ളവന്റെ ഭക്ഷണത്തിൽ തുപ്പുന്നത് അതുപോലെയല്ല. അപ്പോ ഇതെന്ന് പറയുന്നത് പ്രൈവറ്റ് ആയിട്ട് പോരുന്ന ഒരു സംഭവമാണ്. വളരെ പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ തുപ്പുന്നത് നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കരുത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. ഈ ആചാരത്തിന്റെ ആ ഒരു വിശാലത പറയാനായിട്ട്, അത് ഒരു മനുഷ്യനെ പോലും ദ്രോഹിക്കാത്ത, അല്ലെങ്കിൽ ഒരാളെ പോലും ദ്വേഷിക്കാത്ത ഒരു സാധനമാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് ഈ ബ്രാഹ്മണിക്കൽ ഹെജ്മണിയുടെ ഒക്കെ കടന്നു വരുമ്പോൾ പിന്നെ മനുഷ്യന്മാർ തന്നെയാണല്ലോ എല്ലാം എന്ന് പറഞ്ഞാൽ, മനുഷ്യന്മാരുടെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡും എല്ലാം കൊണ്ടും നീ വലിയവൻ, നീ താഴ്ന്നവൻ എന്നുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ടായി. അതിപ്പം എന്താണ്, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻസ് അതിപ്പോ എല്ലാ മേഖലയിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഉണ്ടല്ലോ. അതിപ്പോ നമ്മുടെ ജേർണലിസം ഫീൽഡിൽ തന്നെ ഉണ്ടല്ലോ. ഞാൻ തന്നെ ട്രെയിനി ആയിട്ട് കയറുന്ന സ്ഥാപനത്തിൽ ഞാൻ ട്രെയിനി ആണെങ്കിൽ അതിന് മുകളിലുള്ള ആൾക്കാർക്ക്
കുറച്ച് കൂടുതൽ വില, അതിന് മുകളിലുള്ള ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ വില, അങ്ങനെ അങ്ങനെ അതും ക്ലാസിഫിക്കേഷനാണ്. ഈ നമ്മുടെ നാട്ടിൽ പണക്കാരനും പാവപ്പെട്ടവനും തമ്മിൽ ക്ലാസിഫിക്കേഷൻ. പണക്കാരന് അല്ലെ എല്ലാ സ്ഥലത്തും മുൻഗണന കൊടുക്കുന്നത്. കയ്യിൽ പൈസ ഇല്ലാത്ത പാവപ്പെട്ടവനെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ? അല്ല, അതും ക്ലാസിഫിക്കേഷൻ തന്നെയാണ്. അതൊക്കെ കയ്യിലിരിപ്പിന്റെ ഒരു സംഭവം കൊണ്ടുവരുന്ന ക്ലാസിഫിക്കേഷൻ. പക്ഷെ ഈ ഒരു സംഭവം ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനമായി മാറി ഒരുപാട് അനാചാരങ്ങൾ നമ്മുടെ ഇതിനകത്ത് കലർന്നുകൂടി. അപ്പൊ ഈ അനാചാരങ്ങൾ കലർന്നുകൂടിയപ്പോൾ ഈ അനാചാരങ്ങളെ മുൻനിർത്തി നമ്മുടെ ആ ധർമ്മത്തിൽ മുഴുവൻ അനാചാരങ്ങളാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനുള്ള വലിയ സംഘടിതമായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായി. പക്ഷെ 2014 ശേഷം ഈ ശ്രമങ്ങളെല്ലാം തച്ചുടച്ചുകൊണ്ട് ഒരു ഭരണകൂടം വരികയും എന്താ പറയാ, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് പോലെ എപ്പോഴെല്ലാം ധർമ്മത്തിന് ച്യുതി സംഭവിക്കുമോ അപ്പോഴെല്ലാം അധർമ്മം വാഴുന്നുവോ അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുമെന്ന് പറയുന്നത് പോലെ നേച്ചർ ഇറ്റ്സെൽഫ് എന്ത് ചെയ്യും, അതിനെ നേച്ചറിന് എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും നേച്ചർ തന്നെ അതിനെ റീകൺസ്ട്രക്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് പോലെ ഒരു ഭരണകൂടം വരികയും പിന്നീട് ഇപ്പോ വലിയ രീതിയിൽ നമ്മുടെ സ്വത്വബോധം വീണ്ടെടുക്കാനും തുടങ്ങി. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ കുംഭമേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഗ്രേറ്റ് ബാത്ത് എന്ന് പറഞ്ഞ് നമ്മൾ ചരിത്രാതീത കാലം മുതൽ നമ്മൾ ആചരിച്ചു വരുന്ന ഒരു സാധനമാണ്. അപ്പൊ ഈ സംഭവം വന്നപ്പോൾ കേരളത്തിലും നമ്മുടെ കുംഭമേള വന്നു. കേരളത്തിൽ വന്ന ഈ കുംഭമേള, തിരുനാവായിൽ നടക്കുന്ന ഈ കുംഭമേള തുടങ്ങിയപ്പോൾ തന്നെ ഇതിനൊരു വർഗീയ ആംഗിൾ കൊടുക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി. അന്ന് ഈ ഔട്ട് ഓഫ് ഫോക്കസ് മീഡിയ വണ്ണിന്റെ ഈ അടുപ്പ് കൂട്ടി ചർച്ചയൊക്കെ കാണുമ്പോൾ അതിനകത്ത് സി ദാവൂദ് പറഞ്ഞൊരു ഡയലോഗുണ്ട്. അതായത് ഇത് ഒന്നും ഒരു എന്താ പറയാ, കേരളത്തിൽ ഒന്നും എഫക്ട് ചെയ്യാൻ പോകുന്നില്ല ഈ സാധനം. ഇവിടെ കുംഭമേള വന്നാല് മലപ്പുറത്തുള്ള ആൾക്കാർക്ക് എന്താ, അവരവിടെ പോയി കുലുക്കി സർബത്ത് കടയിടും, അല്ലാതെ അവരവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള ഡയലോഗൊക്കെയാണ് ഇയാൾ വളരെ, അതായത് നമ്മളെ ആചാരം നമ്മൾ അനുഷ്ഠിക്കാനായിട്ട് തുടങ്ങുമ്പോഴുള്ള പുള്ളിയുടെ ഡയലോഗാണിത്. അപ്പൊ ഇങ്ങനെയാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ സംഭവിച്ചത് വിപരീതമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ കുംഭമേള സംഘടിപ്പിച്ച സന്യാസ സമൂഹം പോലും ഞെട്ടിപ്പോയി. ഇവർ ഇത് ഒരു തുടക്കം എന്ന രീതിയിൽ തുടങ്ങി. ഇവർ പ്രതീക്ഷിച്ച ആൾക്കാരല്ല വന്നത്. ഇവർ പ്രതീക്ഷിക്കുന്നതിലും എത്രയോ മടങ്ങ് ആൾക്കാരാണ് കുംഭമേളയ്ക്ക് വന്നു പോയത് എന്നുള്ളതാണ്. ഒരു വലിയൊരു കൾച്ചറൽ ഷിഫ്റ്റ് ആണ് അവിടെ കാണാനായിട്ട് സാധിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോ കേരളത്തിലെ പല മാധ്യമങ്ങളും ഈ കുംഭമേളയുടെ വാർത്ത അതിപ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തു. പല മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ കൊടികെട്ടിയ ഹിന്ദു വിരുദ്ധ ചാനലുകൾ പോലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കൾച്ചറൽ ഷിഫ്റ്റ് കേരളത്തിൽ ഉണ്ടാകും എന്ന് ടു ബി ഫ്രാങ്ക് ഞാൻ ഒരു കാലത്തും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ എന്താണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന കാരണം കേരളത്തിൽ? ഇനി കേരളത്തിലെ ജനങ്ങൾക്ക് വിവരം വെച്ചതാണോ, ഇല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലെ കേരളത്തിലെ ജനങ്ങളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി മറ്റാരെങ്കിലും സ്വാധീനിക്കുന്നതാണോ? മനുഷ്യർ പ്രധാന കാര്യം കൂടെ വിട്ടുപോയിട്ടുണ്ട്. ഞാൻ എന്തായാലും അത് പറയാം. അതായത് കേരളത്തിന് തൊട്ട് പിന്നാലെ ഫെബ്രുവരി 11 പശ്ചിമ ബംഗാളിൽ കുംഭമേള തുടങ്ങുകയാണ്. ആ പശ്ചിമ ബംഗാളിലെ കുംഭമേള 1000 കൊല്ലം മുടങ്ങിക്കിടന്ന കുംഭമേള കേട്ടോ. 1000 കൊല്ലം, 703 വർഷം മുമ്പ് മുടങ്ങിക്കിടന്നതാണ്. നമുക്ക് അതിലേക്ക് വരാം. അതായത് ഇന്ത്യയില് ഹിന്ദുക്കളെ ഈ ചങ്ങലക്കെട്ടുകളിൽ ബന്ധിച്ചിരുന്ന സംസ്ഥാനങ്ങളാണ് പൊതുവിൽ ദക്ഷിണേന്ത്യ, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്. അത് കഴിഞ്ഞാൽ പശ്ചിമ ബംഗാളായിരുന്നു. അതിനൊരു പരിധിവരെ ധനുഷ് സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിസം ഒരു കാരണമായിട്ടുണ്ട്. ഞാൻ സംഘത്തിന്റെ ഭാഗമായിട്ട് മുമ്പോട്ട് പോകാൻ തുടങ്ങിയിട്ട് ഇത് 35ാമത്തെ വർഷമാണ്. ഞാൻ ആദ്യമായിട്ട് ഈ സംഘടനയെ വരുമ്പോൾ ഞാൻ പ്രധാനമായിട്ട് അതിന്റെ കാര്യകർത്താക്കളോട് ചോദിച്ചൊരു ചോദ്യം, ഈ ഹിന്ദുക്കളെ നമ്മൾ എങ്ങനെ സംഘടിപ്പിക്കും, ഇല്ലെങ്കിൽ എങ്ങനെ അവർ സംഘടിതരാകും എന്ന് ചോദിച്ചപ്പോൾ അന്ന് അവർ പറഞ്ഞൊരു കാര്യം, നമ്മൾ സംഘടിപ്പിക്കേണ്ട കാര്യമില്ല, അവർ സംഘടിക്കുകയും ഒരുമിക്കുകയും ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞിരുന്നു. 35 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ്. അന്നൊക്കെ ഹൈന്ദവ സംഘടനകൾ ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട്. പലരും ഇപ്പോഴും ട്രോളുന്നുണ്ട് ആ മുദ്രാവാക്യം. അതിന്റെ അർത്ഥം അറിയാത്തതുകൊണ്ടാണ്. ഹിന്ദു ഉണർന്നാൽ ദേശം ഉണർന്നു. ഈ മുദ്രാവാക്യം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഹിന്ദു ഉണർന്നാൽ ദേശം ഉണർന്നു എന്നുള്ളതിന്റെ ഉത്തരം, തിരുനാവായിൽ കിടക്കുന്ന ഹിന്ദു വിരോധികളുണ്ടെങ്കിൽ അവർക്കും ഇതര മതസ്ഥർക്കും ഇപ്പോൾ മനസ്സിലായി കാണും. കാരണം ഒരു സിമ്പിൾ എക്സാമ്പിളൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊരു ക്ഷേത്രമുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നു. അതായത് ആ ഒരു നാട്ടുകാർ ഉണർന്ന് ക്ഷേത്രത്തിലേക്ക് എല്ലാവരും എത്തുന്നു എന്ന് മാത്രമല്ല, കപ്പലിന്റെ കച്ചവടക്കാരൻ മുതൽ ഇപ്പോൾ കാറ് കച്ചവടക്കാരൻ വരെ ഉത്സവപ്പറമ്പ് നിരക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ അമ്പലപ്പുഴ ക്ഷേത്രത്തില് കഴിഞ്ഞ തവണ ഇപ്പൊ ആഘോഷം നടന്നപ്പോൾ അവിടെ ഈ സ്കൂട്ടർ കമ്പനിക്കാർ കൊണ്ടുവന്നിട്ട് സ്റ്റാൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാനൊരു കൗതുകത്തിന് ചോദിച്ചു, ഈ ഉത്സവ പറമ്പില് സ്കൂട്ടർ കമ്പനി 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സ്കൂട്ടറാണ്, മറ്റേ ഇലക്ട്രിക്കൽ ടൈപ്പ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് 8 വണ്ടി വിറ്റുപോയി എന്നാ പറഞ്ഞത് ആ ഉത്സവപ്പറമ്പിൽ നിന്ന്. സ്കൂട്ടറാണ് 1 ലക്ഷം രൂപയ്ക്ക് മേളിലുള്ളത്, 8 എണ്ണം വിറ്റുപോയി, 8 ലക്ഷം രൂപ. കാരണം അപ്പോൾ ഈ വൈകുന്നേരം ക്ഷേത്രത്തിലെ പരിപാടി കഴിഞ്ഞ വലിയ തൊഴുതിട്ടൊക്കെ പോകുന്നവർ അവിടെ കയറി ഓർഡർ കൊടുത്തിട്ട് പോവുകയാണ്. അപ്പൊ അത്തരത്തിലേക്ക് മാറി. അതായത് ഒരു ഹിന്ദു ഉണരുക എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ആ ഹിന്ദുവിന് ആഘോഷങ്ങൾ ഒഴിഞ്ഞ ദിവസങ്ങളില്ല.
ഇപ്പൊ ക്രിസ്ത്യൻസിനോ മുസ്ലിംസിനോ ഒക്കെ ആഘോഷങ്ങൾക്ക് പരിമിതമായ നമ്പർ മാത്രമേ ഉള്ളൂ. ഹിന്ദുവിന് അങ്ങനെയല്ല, ആഘോഷങ്ങളുടെ ഒരു നീണ്ട നിരയാണ്. കൃത്യമായി പറഞ്ഞാൽ 6 മാസം ആഘോഷം കൊണ്ട് ഇരിക്കപ്പുറത്തില്ലാത്ത സമയമാണ്. ഈ ആഘോഷത്തിനാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഹിന്ദു പണം മുടക്കുന്നത്. അത് പണം മുടക്കുന്നതും അത് ആഘോഷമാക്കി മാറ്റുന്നതിനും യാതൊരു മടിയുമില്ല. ഒരു ചെറിയ നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ അതിൽ നിന്ന് മാറി നിന്നിരുന്നു. നോർത്ത് ഇന്ത്യക്കാർ ആഘോഷിക്കുന്ന ആഘോഷങ്ങളൊന്നും നമ്മൾ ആഘോഷിക്കില്ല. പക്ഷെ ഈ അടുത്ത കാലത്ത് അതും ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഏറെക്കുറെ പലയിടത്തും കാർത്തിക വിളക്ക് കത്തിക്കാൻ നോക്കും. കാർത്തിക വിളക്ക് കത്തിക്കുമ്പോൾ നോക്കൂ, ഒരു വീട്ടിൽ 10 ചിരാത് വാങ്ങിച്ചാൽ ആ ചിരാത് കച്ചവടക്കാരന് കുറഞ്ഞതൊരു 150 രൂപ കിട്ടും. അല്ലെ? അതായത് ഒരു ദേശമാണ് ഉണരുന്നത്. അതാണ് ഹിന്ദു ഉണരുന്നത് എന്ന് പറഞ്ഞാൽ മതപരമായി ആരെങ്കിലും സംഘടിച്ച് തല്ലാൻ വേണ്ടിയിട്ടല്ല, രാഷ്ട്രീയപരമായിട്ട് ആരെയും അധികാരത്തിൽ കയറ്റാൻ വേണ്ടിയിട്ടല്ല. ആ ഒരു സമൂഹം ഉണരുമ്പോൾ അവിടുത്തെ വ്യാപാര വാണിജ്യ മേഖലകൾ ഉണരുകയാണ്. എല്ലാവർക്കും കച്ചവടം കിട്ടുകയാണ്. കച്ചവട മേഖലയിൽ വലിയ ഒരു ഭൂരിപക്ഷം തന്നെ മുസ്ലിം സമുദായത്തിൽ പെടുന്നവരാണ്, യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അവരും ഇതിനെ വലിയ സഹർഷം സ്വാഗതം ചെയ്യുന്നുണ്ട്. അവർക്കും ഒരു സീസണാണിത്. ഇവിടെ മുമ്പ് ആദ്യം ഞാൻ പറഞ്ഞു 35 വർഷം മുമ്പ് കേട്ട അതേ സെന്റൻസ് ഇപ്പോൾ പ്രാവർത്തികമായിരിക്കുന്നു. ഇത് 1-2 കാര്യങ്ങൾ. ഇതിനു മുമ്പ് അയോധ്യയിലെ തർക്കമന്ദിരത്തിന്റെ വിഷയം വന്നപ്പോൾ അന്ന് സംഘത്തിൽ നിന്നൊക്കെ കുറച്ചുപേര് ശിവസേനയും ബജരംഗളും ഒക്കെ രൂപീകരിച്ചായിരുന്നു. സംഘത്തിന്റെ സ്റ്റാൻഡ് ശരിയല്ല, പിന്നെ ഇങ്ങനൊന്നും പോരാ, നമ്മളിത് നശിപ്പിച്ചിട്ട് അവിടെ പണിയുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ സംഘം പറഞ്ഞില്ല, സമയമാകുമ്പോൾ അത് അതിൻ്റെതായ വഴി നടക്കും, നമുക്ക് തന്നെ അത് വരും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇപ്പൊ രണ്ടാമത്തെ കാര്യം, ഞാൻ അത് എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, കേരളം പശ്ചിമബംഗാളൊക്കെ ഇപ്പൊ ഒരുപാട് മാറി, പക്ഷെ ഇതൊക്കെ എങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോഴാണ് പറയുന്നത് നമ്മൾ സംഘടിപ്പിക്കേണ്ട, അവർ ഓട്ടോമാറ്റിക്കലി അത് വരും എന്ന് പറയുകയുണ്ടായി. അപ്പോ 2018 മുതൽ നടന്ന 3 സംഭവങ്ങൾ കേരളത്തിലെ ഞാൻ പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ തയ്യാറാകാണ്. അതായത് NSSO, SNDPയോ മറ്റ് ആളുകളോ ഒന്നും മുൻകൈ എടുക്കാതെ തന്നെ ഹിന്ദു ഒന്നായി തീർന്ന് സംഘടിച്ച 3 വിഷയങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് കാണുന്ന വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്. 2018 സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിലെ ആചാര ലംഘനത്തിന്റെ ഉത്തരവ് വരുന്നു. ആ ഉത്തരവിന് എതിരെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് പന്തളത്ത് ഒരു കൂട്ടം സ്ത്രീകൾ തെരുവിലിറങ്ങുന്നു. പിന്നെ അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അമ്മമാരുടെ ഒരു അലകടലായി മാറിയ ഒന്ന്. അവിടെ ഹിന്ദുവോ അല്ലെ NSSO, SNDP ഒന്നുമില്ല. അവർ ഒറ്റക്കെട്ടായിട്ട് ആ ഒരു ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് അവർ രംഗത്തെത്തുക ചെയ്തു. രണ്ടാമത് 2025 ആയിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നാട്ടിലെ ഈ റാപ്പും റോപ്പും ഒക്കെ കേട്ടെടുത്ത് ഭജന സംഘങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. ഇപ്പൊ നമുക്കിപ്പോ പെട്ടെന്ന് വരുന്നത് നന്ദഗോവിന്ദൻ കണക്കുള്ളതാണ് നമ്മുടെ വായിൽ വരുന്നെങ്കിൽ വരാഹി കണക്കുള്ള പെൺകുട്ടികളുടെ സംഘങ്ങൾ. അങ്ങനെ ഭജന സംഘത്തിന് വലിയ അക്സെപ്റ്റൻസ് കിട്ടുകയും ജനം അവിടേക്ക് ഒഴുകിയെത്തുകയുമാണ്. അതായത് ജനം വന്ന് നിറയുകയാണ്, ആരും വിളിച്ചിട്ട് വരുന്നതല്ല. അത് രണ്ടാമത്തെ സംഭവമാണ്. മൂന്നാമത്തേത് കുംഭമേള തുടങ്ങുന്നതിന് മുമ്പ് ഞാനും ധനുഷും കൂടി പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പറയുകയുണ്ടായി, ഇത് പൂർണ്ണമാകുകയാണെങ്കിൽ ഇതൊരു അത്ഭുതം തന്നെ ആയിരിക്കും. കാരണം ഒരു സ്വാമി മണ്ഡലേശ്വർ അദ്ദേഹം വന്നിട്ട് വിവിധ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഇന്റർവ്യൂ അതൊക്കെ നമ്മൾ കണ്ടു. ആ ഇന്റർവ്യൂ ഒക്കെ അതിൽ അദ്ദേഹം ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ 12 ലക്ഷത്ത് തൊട്ടുള്ള ആളുകൾ 12 ലക്ഷം പേര് മിനിമം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോഴൊക്കെ നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഈ തിരുനാവായ കണക്കുള്ള ഒരു സ്ഥലത്തേക്ക് ഇത്തരം ജനം എങ്ങനെ എത്തും? ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ് മെയിൻ കാര്യം. രണ്ടാമത്തെ കാര്യം, അതിനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടോ? കാരണം സർക്കാർ സഹകരിക്കുന്നില്ല. സർക്കാർ സഹകരിക്കാതെ ഇപ്പം UP യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞ ഒറ്റ ബ്രാൻഡിന്റെ കീഴിൽ ഒരു വലിയ സംവിധാനമാണ് അവിടുത്തെ കുംഭമേള നടത്തുന്നത്. ഇവിടെ അങ്ങനെയൊന്നും ഇത് എങ്ങനെ വരും? ഈ കാട് വെട്ടിത്തെളിക്കണം, ഒരുപാട് ഫെസിലിറ്റി കൊടുക്കണം ഇത്രയും പേര് വരുന്ന. മൂന്നാമത്തെ കാര്യം സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ക്രൗഡാണ് വരുന്നത്. ക്രൗഡ് വരുമ്പോഴത്തേനും അതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് പോലീസിനെയോ ഇല്ലെങ്കിൽ വോളണ്ടിയേഴ്സിനെ കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമല്ല. ആ ക്രൗഡോടെ വിചാരിക്കണം അത് എങ്ങനെ വേണം, അച്ചടക്കത്തോടെ പോകണം. കാരണം ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയല്ല, ഇല്ലെങ്കിൽ ഏതെങ്കിലും മതസംഘടനയുടെ പരിപാടിയല്ല. ഇത് പല വഴിക്കുന്നു എത്തുകയാണ്. പക്ഷെ ഇത് തുടങ്ങി ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അതിന്റെ ഒരു സംഘാടകനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ദിവസം 1.5 ലക്ഷം പേര്, അതായത് 1 ലക്ഷത്തിനും 1.5 ലക്ഷത്തിനും പേര് ഇപ്പോൾ വരുന്നുണ്ട്. അതായത് എന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ക്രിസ്ത്യാനിയാണ്, ഹൈക്കോടതിയിലെ നമ്മുടെ എറണാകുളം ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ്. അദ്ദേഹം കുംഭമേളയ്ക്ക് പോയി. അദ്ദേഹം പോയിട്ട് 5 കിലോമീറ്റർ ദൂരെയാണ് അദ്ദേഹത്തിന് വാഹനം പാർക്ക് ചെയ്യേണ്ടി വന്നത്. പിന്നെ അദ്ദേഹം നടന്നുപോയി. അദ്ദേഹം സ്നാനത്തിനായിട്ട് 3.5 മണിക്കൂർ ക്യൂവിൽ നിന്ന് കുളിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് അവിടെ എങ്ങനെയുണ്ട്? ആളുകളൊക്കെ വളരെ പക്വതയോടുകൂടി തന്നെ ഈ ക്യൂവിൽ ക്ഷമയോട് നിൽക്കുക, അവിടെ വലിയ ദിക്കും തിരക്കും ഉണ്ടാക്കാൻ. നമ്മുടെ മലയാളിക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ എവിടെയെങ്കിലും ഇടിച്ചു കയറുന്നത്. അങ്ങനെ ഒന്നുമില്ലാതെ എല്ലാവരും സ്വയം ഒരു വോളണ്ടിയറായി മാറുന്ന ഒരു ഘട്ടം. അവിടെയാണ് ആ സ്വാമിയുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്. സ്വാമി കൃത്യമായി തന്നെ പറഞ്ഞു. അപ്പൊ അതിനകത്ത് അവതാരക ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സ്വാമി ഇതിനുള്ള പണം എവിടുന്ന് വരുന്നു? അപ്പൊ സ്വാമി പറയുന്നു, കുംഭമേള നടക്കുന്നിടത്ത് പണത്തിനൊരു വിഷയമേ ഇല്ല, അത് എത്തും, ഇതെല്ലാം ഭംഗിയായി നടക്കും. അപ്പൊ ഈ സംഘാടകൻ എന്നോട് പറഞ്ഞത്,
അവര് പ്ലാൻ ചെയ്തിരുന്ന പകുതി സ്റ്റാളുകളോ ഇല്ലെങ്കിൽ അതിന്റെ സംവിധാനങ്ങളോ ഒന്നും അവർക്ക് പൂർത്തിയാക്കില്ല. വളരെ പെട്ടെന്ന് അവർ ആസൂത്രണം ചെയ്തതാണ്. വളരെ വർഷത്തെ പ്ലാനിങ്. ഇപ്പം UP-യിലൊക്കെ നടക്കുന്ന വെച്ചാൽ വലിയ വർഷത്തോളം, ഒരു 1-2 വർഷം നീണ്ടു നിൽക്കുന്ന പ്ലാനിങ്. ഇതൊന്നുമില്ല. ഒരുപാട് റിസ്ക് ഫാക്ടർ ഉണ്ട് ഇതിനകത്ത്. ഇത് കേവലം ഒരു സംഘടനയുടെ ബേസിലല്ല. ഇപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും ഹൈന്ദവ സംഘടന അത് വീട് വിടാന്തരം കയറി പിരിവെടുത്ത് ആൾക്കാരെ എത്തിക്കാനുള്ള സംവിധാനം ചെയ്യും. ഇതൊന്നുമില്ല. ഒരു പറ്റം സ്വാമിമാര്, പിന്നെ കുറെ സന്നദ്ധരായിട്ടുള്ള വളണ്ടിയർമാര്, സേവാഭാരതി ശുചീകരണം ഇത് എടുക്കുന്നു എന്നുള്ളത് കവിഞ്ഞ് വേറെ ഒരു സംവിധാനവും ഇല്ലാതെ വരുന്നു. ദിനം പ്രതി ആള് കൂടുന്നു. കാരണം ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് മനസ്സിലായില്ല എന്താണ് എന്ത് ഇവർക്ക് എന്തെങ്കിലും മനസ്സിലാകണ്ടേ. ഇതിപ്പോ മനസ്സിലായിട്ടുണ്ടാകും. അടുത്ത വർഷം സർക്കാർ ഉറപ്പായിട്ടും KSRTC സർവീസുകൾ കൂടുതലിടുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ട്രെയിൻ സർവീസും സ്പെഷ്യൽ ട്രെയിൻ സർവീസും അടുത്ത വർഷം വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ലാഭം കിട്ടുന്ന കച്ചവടമാണ് ഇതെല്ലാവർക്കും. ഇവിടെയാണ് ഹിന്ദു ഉണർന്നാൽ ദേശം ഉണർന്നു എന്നുള്ള ആ മുദ്രാവാക്യത്തിന് പ്രസക്തിയായിരുന്നു. കാരണം അവൻ അവിടെ വരുമ്പോൾ 20 രൂപയുടെ ഒരു കുപ്പിവെള്ളമെങ്കിലും വാങ്ങും. ആ വാങ്ങുന്നതിനകത്ത് ഒരു 10-14 രൂപ കടക്കാരന് കിട്ടും. ഇല്ലെങ്കിൽ സ്നാനം ചെയ്യാൻ പോകുന്നതിന് ഒരു തോർത്ത് വാങ്ങും. മിനിമം കാര്യമാണ് ഞാൻ പറയുന്നത്. ഫുഡ് കഴിക്കുന്നത്, ഇല്ലെങ്കിൽ ഓട്ടോ പിടിക്കുന്നത്, ടാക്സി പിടിക്കുന്നത്, ഇല്ല വണ്ടി പിടിക്കുന്നത് വേറെ, അതിന്റെ കാര്യം നമ്മൾ എടുക്കുന്നില്ല. അങ്ങനെ ഒരു വലിയ സംഗമം. ഇതിനകത്ത് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ ശുചീകരണമാണെങ്കിൽ അവിടുത്തെ എല്ലാവരും തന്നെ ഒരു സ്വയം വോളണ്ടറി ആയിട്ട് ഒരു തിക്കും തിരക്കോ ഒരു ശ്വാസം മുട്ടൽ, സാധാരണ ഈ ജനം കൂടുമ്പോൾ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഒരു വിഷയം, ശ്വാസം മുട്ടലുണ്ടായി, ഹോസ്പിറ്റലിലാക്കി, തലചുറ്റൽ വന്നു, ഒരുപാട് നേരമൊക്കെ ഈ വെയിലത്തും ഒക്കെ നിന്ന് കഴിയുമ്പോൾ തലചുറ്റൽ, അങ്ങനെ ഒരു സംഭവം അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സംഭവം നടന്നിട്ടുണ്ടാകില്ല എന്നുള്ളതല്ല, വലിയൊരു ഇഷ്യൂസ് അവിടെ നടന്നിട്ടില്ല. വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് അത് നടന്നു. അപ്പോൾ ഇതിന്റെ അർത്ഥം ഈ 3 സംഭവങ്ങൾ ഞാൻ എടുത്തു പറയാൻ കാരണം, ഹിന്ദു ഏകീകരിക്കപ്പെടുന്നു, കൺസോളിഡേറ്റ് ചെയ്യപ്പെടുന്നു എന്നത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന BJP-യുടെ സീറ്റിന്റെ എണ്ണം നോക്കിയിട്ടല്ല, പകരം ഇതുപോലെയുള്ള ആൾക്കൂട്ടങ്ങൾ ആരും ക്ഷണിക്കാതെ കൂടുമ്പോഴാണ് നമ്മൾ അതിനെ കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. അത് വോട്ടായിട്ട് മാറ്റുന്നത് രാഷ്ട്രീയക്കാരുടെ ആവശ്യം, അത് വേറെ വിഷയമാണ്. ഇവിടെയാണ് NSSന്റെ ജനറൽ സെക്രട്ടറി ആയാലും നമ്മുടെ NSNDP-യുടെ വെള്ളാപ്പള്ളി ആയാലും ഒക്കെ ഹിന്ദു ഐക്യം എന്ന് പറയുന്ന അവർക്ക് ഇതുകൊണ്ടുള്ള കൊതി കൊണ്ടൊന്നുമല്ല അവർ പറയുന്നത്. അവരുടെ കാൽച്ചുവട്ടിലെ മണ്ണൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കാൽച്ചുവട്ടിൽ നിന്ന് ഈഴവനും നായരും പുലയനും പറയനും എല്ലാം അവന്റെ മതത്തിന്റെ ഒരു വലിയ ആഘോഷം നടക്കുന്നിടത്തേക്ക് പോവുക. പിടിച്ചാൽ കിട്ടുന്നില്ല. ഇനി ഒന്നിച്ചു നിന്നിട്ടേ കാര്യമുള്ളൂ. ഈ സംവിധാനമാണ് എങ്കിൽ നാളെ ഇവരിരുന്നിട്ട് എന്തെങ്കിലും ഒരു അവകാശങ്ങൾക്ക് വേണ്ടി ചോദിച്ചാൽ കൊടുക്കില്ല. കാരണം ഇവർക്ക് മനസ്സിലായി, ഇനിയും ഹിന്ദു ഐക്യം പറഞ്ഞിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ റിട്ടയർഡ് ഇല്ലെങ്കിൽ ഇത് NSSന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, അല്ലെങ്കിൽ SNDP-യുടെ സെക്രട്ടറി ആയിരുന്നു എന്ന് പറയാൻ മാത്രമേ കഴിയൂ. ആ സമൂഹം കൺസോൾട്ടേഷൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നിരിക്കുന്ന വലിയ മാറ്റം. അത് നമുക്കിപ്പോൾ പ്രകടമായത് 2018 തൊട്ടാണ്. 2018 ഉദാഹരണം ഈ ശബരിമല വിഷയമായിരുന്നെങ്കിൽ 2025 വന്നപ്പോൾ അത് ഭജൻസ് ക്ലബ്ബുകളായി മാറി. ഇപ്പോൾ ഇതാ മഹാകുംഭമേളയുടെ അത് പ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏതാണ്ട് ഇപ്പം 20 ലക്ഷത്തിനടുത്ത് ആളുകൾ വന്നു എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ ഒരു കറക്റ്റ് കണക്ക് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല. കാരണം നമ്മൾ കുംഭമേളയുടെ കണക്കെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ സമ്മേളനത്തിൽ എത്ര പേർ വന്നു എന്നുള്ളത് പോലീസായാലും മാധ്യമപ്രവർത്തകരായാലും അതിന്റെ കണക്കെടുക്കുന്നത് ആ ഒരു സ്ക്വയർ ഫീറ്റ് ഇല്ലെങ്കിൽ ഇത്ര കസേരയിൽ എത്ര പേര് ഇരുന്നു ആ സ്ഥലത്ത്, അത് വെച്ചിട്ടൊരു ശരാശരി കണക്കാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനസംഖ്യയുടെ കണക്ക് നമുക്ക് കൃത്യമായിട്ട് കിട്ടില്ല. പക്ഷെ നമ്മളിപ്പോൾ UP-യിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രാവലിംഗ്, ഈ ട്രെയിനിൽ വരുന്നവർ എത്ര പേര്, ഫ്ലൈറ്റിൽ വരുന്നവർ, ബസ്സിൽ വരുന്നവർ, ഇവരുടെ എണ്ണം എടുക്കാൻ കഴിയും. ഒപ്പം തന്നെ എൻട്രൻസിൽ കൂടെ കടന്നു വരുന്നവരുടെ എണ്ണം എടുക്കാൻ കഴിയും. പക്ഷെ എൻട്രൻസ് ഇല്ലാതെ വരുന്നവരുണ്ട്, എൻട്രൻസ് വഴി അല്ലാതെ വരുന്നവരുണ്ട്. അവരുടെ കണക്കുകൾ എടുക്കാൻ കഴിയില്ല. UP-യിൽ 65 കോടി പേരാണ് പങ്കെടുത്തത്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട വളരെ രോമാഞ്ചം ഉണ്ടാക്കുന്ന, എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം, 700 വർഷങ്ങൾക്ക് ശേഷം ഒരു കുംഭമേള വെസ്റ്റ് ബംഗാളിൽ നടക്കുന്നു. ഈ വെസ്റ്റ് ബംഗാളും കേരളവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. കാരണം ഈ കമ്മ്യൂണിസം, ഹിന്ദുത്വത്തെ തളച്ചിട്ടിരുന്ന 2 സംസ്ഥാനങ്ങളാണ്. ഇതിനെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഹിന്ദു ഒഴുകുന്ന കാഴ്ചയാണ് കാണുന്നത്. പശ്ചിമ ബംഗാളില് ഈ തെക്കൻ പ്രയാഗരാജ് ദക്ഷിണ പ്രയാഗരാജ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് ട്രൈബേനി എന്ന് പറഞ്ഞാൽ ബംഗാളി ഭാഷയാണ്. നമ്മുടെ ത്രിവേണി, നമ്മുടെ മലയാളത്തിൽ ത്രിവേണി എന്ന് പറയത്തില്ല, ത്രിവേണി സംഘം, അതിന് അവര് ട്രൈബേനി എന്നാണ് പറയുന്നത്. ഹൂഗ്ലി ജില്ലയിലെ ബെൻസ് ബിരിയ മുനിസിപ്പാലിറ്റിയില് ഗംഗ യമുന സരസ്വതി സംഗമിക്കുന്ന സ്ഥലത്തിനാണ് അവർ ട്രൈബേനി എന്ന് പറയുന്നത്. അത് ദക്ഷിണ പ്രയാഗ് എന്ന് പറയും. അവിടെ 4 വർഷത്തിലൊരിക്കലാണ് കുംഭമേള. കുംഭമേള പല രീതിയിൽ നടത്തുന്നുണ്ട്. ഇപ്പൊ തിരുനാവായിൽ അടുത്ത വർഷം, എല്ലാ വർഷവും നടത്തുന്നുണ്ട്. നമ്മുടെ ഈ UP-യിലാണ് പ്രയാഗരാജിലും മറ്റും നടത്തുന്നത് 6 വർഷം, 12 വർഷം, 144 വർഷം, അങ്ങനെ 3 രീതിയിലാണ്. മഹാകുംഭമേളയാണ് 144 വർഷം, പൂർണ്ണ കുംഭമേള 12 വർഷം, അർദ്ധ കുംഭമേള 6 വർഷം, അങ്ങനെ നടത്തുന്നുണ്ട്. അപ്പൊ ഈ വെസ്റ്റ് ബംഗാളില് ഇതേപോലെ നടന്നിരുന്നു മുമ്പ്. 1292 ആ വർഷം കേൾക്കണം, 1292 വലിയ രീതിയിലുള്ള ഇസ്ലാമിക അധിനിവേശം വരികയും അവിടുത്തെ ഒരു സ്വച്ഛാധിപതിയായ ഒരു ഭരണാധികാരി സഫർ ഖാൻ ഖാസി
ഈ പ്രദേശം പിടിച്ചെടുത്തു. ഈ ട്രൈബേനി പ്രദേശം പിടിച്ചെടുത്ത് 1313 ആയപ്പോഴേക്കും അവിടുത്തെ ക്ഷേത്രങ്ങളും ഹിന്ദുക്കളെ മുഴുവൻ അവിടെ ദർഗകളും പള്ളികളും ഉയരാൻ തുടങ്ങി. 1319 അവശേഷിക്കുന്ന കുറെ ഹിന്ദുക്കൾ ചേർന്നാണ് അവസാനമായിട്ട് അവിടെ കുംഭമേള നടത്തിയത്. പിന്നെ അവിടെ ഇല്ല, ഹിന്ദുക്കളില്ല, ആ പ്രദേശമില്ല, അവരുടെ ആചാരമില്ല. പിന്നീട് ജനാധിപത്യം വന്നപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റുകളെല്ലാം അഴിഞ്ഞാടി, പിന്നെ തൃണമൂൽ അഴിഞ്ഞാടി, കോൺഗ്രസും ഇത് ഭിന്നമല്ല, അവരും വന്നു. ഇവരെല്ലാം തളച്ചിട്ട് ഹിന്ദു അവന് ഇതെന്താണെന്ന് മനസ്സിലാക്കാനും അതിന് സോഷ്യൽ മീഡിയ ഒരു വലിയ പരിധിവരെ സഹായിച്ചിട്ടുണ്ട്. കാരണം ഇപ്പൊ ഭഗവാന്മാരുടെ കഥകളായാലും വാർത്തകളായാലും എത്തിക്കാനും ഈ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തങ്ങളുടെ ആചാരം സംരക്ഷിക്കണമെന്ന് പുതിയ തലമുറയും സ്ത്രീകളും വിചാരിക്കുന്നതാണ് ഇത് വിജയിക്കുന്നത്. അങ്ങനെ 2022 ഇത് വീണ്ടും അവർ സംഘടിച്ചുകൊണ്ട് 3 ദിവസത്തെ ഒരു കുംഭമേള നടത്തി. 2022 2023 ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ മൻ കി ബാത്തില് ഈ കുംഭമേളയെ കുറിച്ച് പറഞ്ഞു. ഇതാ ഒരു വലിയ സംസ്കാരം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്. കാരണം ഗംഗയും ബ്രഹ്മപുത്രയും ഒക്കെ ഒഴുകുന്ന അല്ലെങ്കിൽ ബ്രഹ്മപുത്ര ഒഴുകുന്ന വെസ്റ്റ് ബംഗാളിലും ഇപ്പോ കുംഭമേള കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ പുള്ളി മൻ കി ബാത്ത് അദ്ദേഹത്തിന് എനിക്ക് 98ാമത്തെ മൻ കി ബാത്ത് എഡിഷനിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. അതിനുശേഷം 2023 നടന്ന കുംഭമേളയ്ക്ക് 8 ലക്ഷം പേർ പങ്കെടുത്തു. ഇത് 3 ദിവസമേ ഉള്ളൂ ധനുഷ് ഈ കുംഭമേള. നമ്മുടെ ഇവിടുത്തെ കണക്ക് ഇതിപ്പോ 15 ദിവസമായിരുന്നല്ലോ തിരുനാവായിലെ. അപ്പൊ അത്രയും ദിവസമില്ല, ഇത് 3 ദിവസം മാത്രം 8 ലക്ഷം പേർ പങ്കെടുത്തു. ഇത്തവണ ഫെബ്രുവരി 11 ആരംഭിച്ച് ഫെബ്രുവരി 14 ആ കുംഭമേള അവസാനിക്കുന്നത്. 16 ലക്ഷം പേരെയാണ് അവര് പ്രതീക്ഷിക്കുന്നത്. ഇതൊരു പക്ഷേ ഇനിയിപ്പം ഇപ്രാവശ്യം അല്ലെങ്കിലും 2027 ആകുമ്പോൾ ഒരുപക്ഷെ ദിവസങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. ഈ 3 എന്നുള്ളത് ചിലപ്പോൾ 6 ആകാം. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ കുംഭമേള 15 എന്നുള്ളത് ഇപ്പോൾ 45 ദിവസത്തേക്ക് നീട്ടാൻ പോകുന്നു അടുത്ത തവണ മുതൽ എന്ന് പറയുന്നു. ഏതായാലും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിത് ഇവരെയൊക്കെ കാണുന്നത് ഇവര് മുൻകൈ എടുക്കുന്നില്ല, എന്തോ ഒരു വലിയ ഒരു പവർ ഇവരെ നയിക്കുന്നതാണ്. ഇപ്പം മണ്ഡലേശ്വർ അദ്ദേഹം സൗത്ത് ഇന്ത്യയുടെ പ്രതിനിധി ആയിട്ട് മണ്ഡലേശ്വറായിട്ട് വരുന്നു, കേരളത്തിൻ്റെതായിട്ട് വരുന്നു. കേരളത്തിൽ ഒരു കുംഭമേള നടത്താൻ അദ്ദേഹം പറയുമ്പോൾ ഇല്ലെങ്കിൽ മീഡിയയിൽ അദ്ദേഹം ഇന്റർവ്യൂ നടത്തും. ഇത് എങ്ങനെ നടത്തും? കുംഭമേള എന്താണെന്ന് പോലും അറിയാൻ മേലാത്തൊരു സമൂഹമാണ് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം പേര് ഇത് പങ്കെടുത്ത. കാരണം കണ്ടിട്ടുണ്ട് അവര് UP കിടക്കുന്ന TV കണ്ടിട്ടുണ്ട്. പക്ഷെ എന്താണ് അവിടുത്തെ സിസ്റ്റം എന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല. പക്ഷെ ജനം അവിടെ ഒഴുകിയെത്തി, ഒരുപാട് പേര് അവിടെ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച വന്നു. അവിടെ ആ ഒരു സ്വാമിയുടെ ഒരൊറ്റ നിശ്ചയദാർഢ്യത്തിലാണ് അത് സാധനം മുമ്പോട്ട് പോകുന്നത്. അതുപോലെ തന്നെയാണ് ഈ സ്ത്രീകൾ നടത്തിയ പ്രക്ഷോഭം. അതിന് പ്രത്യേക നേതൃത്വമൊന്നുമില്ല, ഓരോരുത്തരും ഓരോ നേതാവായി മാറുകയാണ്. ഈ ഭജൻസ് വന്നു. ഇപ്പൊ നമുക്കിപ്പോ ഉദാഹരണം ഗോവിന്ദമാണെങ്കിൽ പോലും വേറെയും ഭജൻസുകളുണ്ട്, വളരെ ഹിറ്റായിട്ടുള്ള ഭജൻസ് ഉണ്ട്. ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണെന്ന് മാത്രമേ ഉള്ളൂ. അതും ഓട്ടോമാറ്റിക് അവരിൽ മനഃപൂർവ്വം ഇവിടെ ഒരു ബൂമിങ് ഉണ്ടാക്കണമെന്നോ എന്ന് കരുതുന്നതല്ല. പക്ഷെ അവർ മുൻപോട്ടേക്ക് കടന്നു വരുന്നു, അവരുടെ പിന്നിലേക്ക് ആളുകൾ അണിനിരക്കുന്ന ഒരു വലിയ കാഴ്ച. ഇവിടെയാണ് ജാതി കോട്ടകള്, രാഷ്ട്രീയ കോട്ടകൾ തകർന്നടിയുന്നത്. ഇതാണ് 35 വർഷം മുമ്പ് മുതിർന്ന കാര്യകർത്താക്കൾ പറഞ്ഞത്. അവരെ നമ്മൾ സംഘടിപ്പിക്കേണ്ട കാര്യമില്ല, സമയമാകുമ്പോൾ അവരൊക്കെ സംഘടിച്ചോളും ഓട്ടോമാറ്റിക്കലി. കാരണം സംഘത്തെ കുറിച്ച് എപ്പോഴും പറയുന്നത് ദൈവിക സംഘടനയാണെന്നൊക്കെ നമ്മൾ പറയും. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ പിന്നീടായാലും അത് അച്ചട്ടായിട്ട് പ്രാവർത്തികമാകാറുണ്ട്. അപ്പം ഇത് പറഞ്ഞത് വളരെ ഒരു അത്ഭുതമായിട്ട് തോന്നി. തിരുനാവായ വലിയൊരു എക്സാമ്പിളാണ്. കേരളത്തിലെ വലിയ കൺസോൾട്ടേഷൻ ഉണ്ട് എന്ന് കരുതി നാളെ BJP ജയിക്കുമെന്നല്ല പറയുന്നത്. അത് രാഷ്ട്രീയമാണ്, അത് വേറൊരു വഴിക്ക് വിടുക. കാരണം BJP ജയിക്കണോ കോൺഗ്രസ് ജയിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഈ കൂടുന്ന ആൾക്കൂട്ടമാണ്, ജനമാണ്. അവരാണ് തീരുമാനിക്കുന്ന ആര് ജയിക്കണം എന്നുള്ളത്. കാരണം അവർക്ക് നല്ലത് ചെയ്താൽ ഇനി ഒരു കാലത്തും ഇവിടെ ഈ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ കുംഭമേളക്കായാലും ഈ പരിപാടികൾക്കായാലും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഇടതുപക്ഷ നേതാക്കളും കോൺഗ്രസ് നേതാക്കളും എത്തുന്നും കാണുന്നുമുണ്ട്. കാരണം അവർക്ക് മനസ്സിലായി ഇനി ഇത് പിടിച്ചു നിർത്താൻ കഴിയില്ല ഈ സാധനത്തിന്. ഒപ്പം തന്നെ മറ്റ് മതസ്ഥർക്കും അതിന് വരും. കാരണം ഇപ്പൊ തിരുനാവായിലുള്ളവർക്ക് ഏകദേശം പ്രത്യേകിച്ച് ഇതര മതസ്ഥർക്കും ഒക്കെ നന്നായിട്ട് മനസ്സിലായി കാണും ഇതിനകത്ത് ബിസിനസ് നല്ല രീതിയിൽ തന്നെ അവിടെ ഉണ്ട്. അവരും അതിനകത്ത് സഹകരിച്ചു. അതും എടുത്തു പറയേണ്ട കാര്യമാണ്. അവരുടെ വീട്ടിലെ ഈ ടോയ്ലറ്റും മറ്റുമൊക്കെ നമ്മുടെ ഈ ആറ്റുകാൽ പൊങ്കാല സമയത്ത് തുറന്നിട്ട് കൊടുക്കുന്ന നമുക്ക് ടോയ്ലറ്റും മറ്റുമൊക്കെ അവർ തുറന്ന് ഉപയോഗിക്കാൻ കൊടുത്തു. അതും ഒരു നല്ല കാര്യമാണ്. ഒരു കാര്യം വളരെ ഉറപ്പാണ്, 2027 ഈ ഒരു കുംഭമേള വരും, ഏപ്രിലിൽ അതിന്റെ പണികൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായി സർക്കാരും പഞ്ചായത്തും ആ നാട്ടുകാരും ഉൾപ്പെടെ വലിയ രീതിയിൽ ഇതിന് മുൻപന്തിയിൽ നിൽക്കും. കാരണം ഒരു ദേശം ഉണരുകയാണ്, അവിടുത്തെ ഒരു പൈസയുടെ ആ ഒരു വിപണി കൂടി ഉണരുകയാണ്. പിന്നെ ഒരു ഉത്സവ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് വൈബാണ്. ഇതെല്ലാമാണ്. പിന്നെ മറ്റൊരു കാര്യവും ശ്രദ്ധേയമാണ്, കേരളത്തിൽ ഇപ്പോ ഈ നമ്മളെപ്പോഴും പറയാം അന്ത്യത്തിരി കത്തിക്കാൻ കഴിയാത്ത ക്ഷേത്രങ്ങളുണ്ടെന്ന്. ഇന്നിപ്പോ അങ്ങനത്തെ ക്ഷേത്രങ്ങളില്ല ധനുഷേ. ഞാനത് വളരെ നാളായിട്ട് ഇതിങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ.
നമ്മൾ ഒരു 10-15 വർഷം മുമ്പ് കേട്ടിരുന്ന അന്തിത്തിരി കത്തിക്കാൻ നിവൃത്തിയില്ലാത്ത ക്ഷേത്രങ്ങളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാർ എപ്പോഴും പറയും 1244 ക്ഷേത്രങ്ങളുണ്ട്, അതിൽ എത്രയോ ക്ഷേത്രങ്ങൾ അന്തിത്തിരി കത്തിക്കാൻ പറ്റാത്തതുണ്ട്. ഞങ്ങളല്ലേ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത്, സർക്കാരില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. സർക്കാർ മണ്ണാങ്കട്ടയൊന്നും അല്ല, അവിടെ എല്ലാ ക്ഷേത്രങ്ങളും നാട്ടുകാരെ തന്നെ സംഘടിച്ചുകൊണ്ട് കമ്മിറ്റി ഉണ്ടായിക്കൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളും അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ വളരെ കുറവാണ്, ഇപ്പം വളരെ ഈ നിത്യവൃത്തി കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ക്ഷേത്രങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. അങ്ങനെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ കുറവുണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡിന്റെ കയ്യിരിപ്പും കൊണ്ടാണ്. നേരത്തും കാലത്തും തുറക്കത്തില്ല, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ജീവനക്കാർ വരത്തില്ല, അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ല, അതൊക്കെ അവരുടെ കയ്യിരിപ്പോട്ട് കുറയുന്നത് മാത്രമാണ്, അല്ല ജനത്തിന്റെ കുഴപ്പമില്ല. പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും ഉത്സവങ്ങൾ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ ഉത്സവ പറമ്പുകളിൽ സംഘർഷങ്ങളില്ല, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉത്സവങ്ങളിൽ എത്തുന്നതിൽ ഒരു 80% സ്ത്രീകളാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ, യൂത്ത് വലിയ രീതിയിൽ എത്തുന്നുണ്ട്. കാരണം ശരിക്കും ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മുടെ പിള്ളേരെ നമുക്ക് തിരിച്ചു കിട്ടി തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ പിള്ളേരൊക്കെ കൈവിട്ടു പോയി, അവര് MDMAയും റാപ്പും ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞിടത്തു നിന്ന് നമ്മുടെ പിള്ളേരിപ്പം വലിയ രീതിയിൽ തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. വലിയ ഭക്തിയുടെ ഒരു അന്തരീക്ഷത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു. ഇപ്പൊ റീൽസ് ഒക്കെ അവർ ഇടുന്നത് ഈ ഭജൻസിന്റെ ഗാനങ്ങളും ഒക്കെയാണ് അവരുടെ റീൽസ് ഇടുന്നതും ഡാൻസ് കളിക്കുന്നതും. അതുപോലെ തന്നെ അവർ കേട്ടുകൊണ്ടിരിക്കുന്നതും ആനന്ദിക്കുന്നതും ഒക്കെ ഇപ്പൊ ഭജൻസ് ആണ്. ആ ഒരു ഇതിലേക്ക് അവരുടെ മനസ്സ് മാറുന്നു, ഒരു നല്ലതാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും വീണ്ടും ആ മുദ്രാവാക്യം ഞാൻ പറയുന്നു, ഈ രാജ്യത്ത് ഹിന്ദു ഉണർന്ന ദേശമുണരും, എക്കണോമി വലുതായിട്ട് ഉണരും. ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ്, ദസറ ദീപാവലി ആഘോഷങ്ങളുടെ ആ സമയങ്ങളിൽ നമ്മുടെ വിപണി ചലിച്ചത് നമ്മൾ കണ്ടതാണ്. കുംഭമേളയ്ക്ക് 3.5 ലക്ഷം കോടി രൂപയാണ് UP സർക്കാരിന് നേട്ടമുണ്ടാക്കി കൊടുത്തത്. അതായത് ഹിന്ദു ഉണർന്ന ദേശമുണരുന്നു എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പല്ല, രാഷ്ട്രീയമല്ല, പകരം എക്കണോമി, ഒപ്പം തന്നെ നമ്മുടെ മറ്റ് കാര്യങ്ങളിൽ എല്ലാം തന്നെ അതിന് വലിയ വിജയം തന്നെയാണ് കൊണ്ടത്. പിന്നെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, പലരും ഇവിടെ വിമർശനമായിട്ട് പറഞ്ഞു, ഈ സന്യാസിമാരൊക്കെ വന്നു ഇല്ലെങ്കിൽ അവിടെ എല്ലാം കൂടെ വന്ന് നാശമാക്കും കുംഭമേള എന്ന് പറഞ്ഞു. ഇത് മലയാളികൾ മാത്രമല്ല, തമിഴന്മാരും ഒക്കെ വന്നിരുന്നു. പക്ഷെ അവിടെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി, ഒരു മാലിന്യങ്ങളും പോലും ഇല്ലാതെ അത് ഇല്ല വളരെ അതിലൊക്കെ അവർ അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആരുടെ ആഹ്വാനമില്ലാതെ ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഹിന്ദു സമൂഹമാണ്. ഇതൊരു വലിയ കൺസോൾട്ടേഷനിലേക്ക് വരും. ആ കൺസോൾട്ടേഷൻ കണ്ടില്ലെന്ന് ഇനി വരുന്ന കാലത്ത് ഒരു ഭരണാധികാരികൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇനി കോൺഗ്രസ് വന്നാലും കമ്മ്യൂണിസ്റ്റ് വന്നാലും BJP വന്നാലും ഒക്കെ ഇവരെ കണ്ടില്ലെന്ന് നടിച്ച് മുൻപോട്ട് പോകാൻ കഴിയില്ല. കാരണം പഴയതുപോലെ ഇനിയിപ്പം വേണമെങ്കിൽ ഒന്ന് തൊഴുതിട്ട് പോകുമെന്ന് പറഞ്ഞ് അമ്പലം തുറന്നു വെക്കാൻ ദേവസ്വം ബോർഡിനും കഴിയില്ല. കാരണം ഇതൊരു കൊടുങ്കാറ്റായി മാറാൻ അധികം സമയം വേണ്ട മനുഷ്യ. നമ്മൾ കണ്ടതാണ് 2018 അതൊരു കൊടുങ്കാറ്റായി മാറുകയാണ്. ആരെങ്കിലും പ്രതീക്ഷിച്ചോ സ്ത്രീകൾ ഇങ്ങനെ ഇറങ്ങുമെന്നും? ഈ സ്ത്രീകളുടെ പിറകിലായിട്ട് നിൽക്കേണ്ട അവസ്ഥ വന്നു പുരുഷന്മാർക്ക് കേരളത്തിൽ. അതില് രാഷ്ട്രീയ പാർട്ടികളെല്ലാം നിഷ്പ്രഭമായില്ലേ, BJPക്കാർ നിഷ്പ്രഭമായില്ലേ, കോൺഗ്രസ് നിഷ്പ്രഭമായില്ലേ, CPMമാർക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യം വന്നില്ല. അവരുടെ വീടുകളിൽ നിന്ന് പോലും സ്ത്രീകൾ ഇറങ്ങി ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്ന വന്നില്ല. പിടിച്ചു നിർത്താൻ കഴിയില്ല ആ സംഭവം. ഈ ഭജൻസ് നടക്കുന്നു, അവിടെ സ്ത്രീകളാണ് അത് മുഴുവൻ നിയന്ത്രിച്ച് അവരതിന്റെ ഒരു സിംഹഭാഗവും കൈയടക്കി മുമ്പോട്ട് വരുന്ന ഒരു കാഴ്ച. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പവറാണ്. അതായത് നാളെ ഈ ഒരു സമൂഹത്തിനെതിരെ ഒരു ഞോണ്ടൽ വന്നാൽ ഒരുപക്ഷെ ഇതൊരു കൊടുങ്കാറ്റായി മാറും. അത് ഈ പുരുഷന്മാർക്ക് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ മാത്രമേ കഴിയൂ. കാരണം അതിന്റെ പിന്നിൽ നിന്ന് അവരെ ബാക്ക് ചെയ്യാൻ മാത്രമേ കഴിയൂ. അല്ലാതെ ഇത് വരും, ഇത് ഭാവിയിൽ വരും. ഇത് ഞാൻ രാഷ്ട്രീയമായിട്ടല്ല പറയുന്നത്, അത് വേറൊരു വിഷയമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്.